അപ്പോൾ ഇനി ഷബീദ് റാവുത്തറാണ് ചേരുന്നത്. നാളെ ഒരു പിഴവും ഉണ്ടാകാത്ത ഒരു വോട്ടെണ്ണൽ ദിനം ഉണ്ടാകാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത്. ഷബീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷബീദ്. വെരി ഗുഡ് മോർണിംഗ്. ആകാംക്ഷയുടെ മണിക്കൂറുകളാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുറെ കാലം കാത്തിരുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് അത് ഇക്കഴിഞ്ഞ നിയമസഭാ കാലം അത് തലവേദനകളുടെ കാലമായിരുന്നു. പ്രത്യേകിച്ച് പലതരത്തിലുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടു. സ്റ്റീൽ വിവാദവും സ്ട്രോങ് റൂം വിവാദവും ഒക്കെ കടന്ന് ഏതായാലും ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളെ സ്ട്രോങ് റൂം തുറക്കും, കൗണ്ടിംഗ് നടക്കും. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണുന്ന മാറിവാനിസിലെ പ്രധാനപ്പെട്ട സ്ഥലത്താണ്. നമുക്കിവിടെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് കനത്ത സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് സംസ്ഥാനത്താകെ വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ആകെ 15465 ഉദ്യോഗസ്ഥർ ഈ വോട്ടെണ്ണലിന്റെ ഭാഗമാകും. ഈ സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ ഒബ്സർവറുടെ സാക്ഷ്യപത്രത്തോടെ വീഡിയോ റെക്കോർഡിംഗോട് കൂടിയായിരിക്കും ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുക. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ EVM-ലെ വോട്ടുകൾ എണ്ണാൻ പരമാവധി 14 ടേബിളുകൾ വീതമുണ്ടാകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വോട്ടെണ്ണൽ ഹാളിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് പ്രദർശിപ്പിക്കണം, വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും ഹാജരാകണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട്. ഏതായാലും ഈ വോട്ടെണ്ണൽ പൂർത്തിയാക്കി 48 മണിക്കൂറിനുള്ളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇൻഡെക്സ് കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കുമെന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നാളെ ഞാൻ ഈ നിൽക്കുന്ന മാറിവാനീസിന് മുൻപിൽ ജനസാഗരമായിരിക്കും. അതോടൊപ്പം എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.